അതെ, ഇതുവരെ കേരള PSC 10th പ്രിലിംസിനായി നടത്തിയ മുഴുവൻ ചോദ്യപേപ്പറുകൾ, അതിൻ്റെ അനുബന്ധ വസ്തുതകൾ, അതിൻ്റെ കണക്റ്റഡ് ആയിട്ടുള്ള SCERT പാഠഭാഗങ്ങൾ, അതാണ് 80 വീഡിയോ ക്ലാസ്സുകളിലായി നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. കൂടാതെ അതിൻ്റെ PDF. പരതി നടക്കണ്ട, ഒരൊറ്റ ക്ലിക്കിൽ ലഭിക്കും. ഒരാപ്പോ മറ്റു കാര്യങ്ങളോ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യേണ്ട, ഒരൊറ്റ വെബ് പേജിലായി തരാം. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്കതിലെ വീഡിയോ ക്ലാസ്സുകൾ കിട്ടും. സാവധാനം ഇരുന്ന് കാണാം. അറൗണ്ട് ഒരു 70 മുതൽ 75 മണിക്കൂർ ദൈർഘ്യം വരും എല്ലാ 80 ക്ലാസ്സുകളും കൂടി. അപ്പോൾ ഹായ് ഫ്രണ്ട്സ്, വിൻഡോസ് ടുവിൻ്റെ ഒരു പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ രഘുനന്ദനൻ നമ്പി. ഇന്നൊരു ക്ലാസ് അല്ല, ഇന്ന് ഇതെങ്ങനെ ഉപയോഗിക്കണമെന്ന് പറയുകയാണ്. അവസാനം വരെ കാണുക. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ ഉപയോഗിക്കണമെന്ന് പറയുന്നതിന് മുമ്പ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുകൂടാതെ നമ്മൾ ഇതേപോലെ ഒരു സൗജന്യമായി എന്ത് നടത്തുന്നുണ്ട്, ഈ വരാൻ പോകുന്ന 2025 എക്സാമുകൾക്ക് വേണ്ടി 1 വർഷം ദൈർഘ്യമുള്ള ഒരു സൗജന്യ ക്ലാസ് ആരംഭിച്ചിട്ടുണ്ട്. അത് ലഭിക്കുന്നതിന് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ മതി. ഏകദേശം നിങ്ങൾക്കറിയാം, ഈ 2025 20,000-ലധികം ഒഴിവുകളിലേക്കുള്ള വ്യത്യസ്ത PSC നോട്ടിഫിക്കേഷനാണ് 10th ലെവൽ എക്സാമുകൾക്ക് മാത്രമായിട്ട് വരുന്നത്. അപ്പോൾ ഓരോ എക്സാം വരുമ്പോൾ, ഇപ്പോൾ 10th പ്രിലിംസിനാണ്, അതിനും ഡെയിലി യൂട്യൂബ് വീഡിയോസ് ഉണ്ടായിരിക്കും. ഈ 80 വീഡിയോകൾ കൂടാതെ ഇപ്പോൾ നിങ്ങൾ ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ ഇപ്പോഴത്തെ എക്സാമിന്, അത് കഴിഞ്ഞാൽ അടുത്ത് ഏതാണോ എക്സാം വരുന്നത് ആ എക്സാമുകൾക്ക് അതിന് ഡെയിലി യൂട്യൂബ് വീഡിയോസ്, ഹോട്ട് ടോപ്പിക്സിൽ നിന്ന് അതുമായി ബന്ധപ്പെട്ട വീക്കിലി ലൈവ് ക്ലാസ്സുകൾ, PDF നോട്ടുകൾ, ഇതൊക്കെ തന്നെ അവിടെ ലഭിക്കുന്നതാണ്. അപ്പം നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം അല്ലേ. അപ്പം നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് എങ്ങനെയാണ് ഇത് ഉപയോഗിക്കേണ്ടത്. ഈ വീഡിയോ അവസാനം വരെ കണ്ടാൽ ഇതെങ്ങനെയാണ് ഒരൊറ്റ ലിങ്കിൽ ലഭിക്കുക, ഈ 80 വീഡിയോ ക്ലാസ്സുകൾ. അതിനു മുമ്പ് ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. സ്റ്റോർ കീപ്പർ, വ്യത്യസ്ത വകുപ്പുകളിൽ, അതുപോലെ തന്നെ അസിസ്റ്റന്റ് ടൈം കീപ്പർ, ലബോറട്ടറി അസിസ്റ്റന്റ്, ഓഫീസ് അറ്റൻഡന്റ്, ഗവൺമെന്റ് സെക്രട്ടേറിയറ്റ്, അതാണ് ഇതിലെ ഏറ്റവും എന്താ പറയുക ഒരു ഗ്ലോറിഫൈഡ് ആയിട്ടുള്ള പോസ്റ്റ്. അതുപോലെ തന്നെ കാർഷിക ഗ്രാമവികസന ബാങ്കിൽ പ്യൂൺ എന്നീ തസ്തികകളിലേക്കായിട്ടാണ് 4 സ്റ്റേജുകളിലായിട്ട് എക്സാം നടക്കുന്നത്. സ്റ്റേജ് 1 ഡിസംബർ 28-നാണ്, സ്റ്റേജ് 2 ജനുവരി 11-നാണ്, സ്റ്റേജ് 3 ജനുവരി 25-നാണ്, സ്റ്റേജ് 4 ഫെബ്രുവരി 8-നാണ്. അത് കഴിഞ്ഞാൽ ഇതിനൊക്കെ മെയിൻ എക്സാമുകളും ഉണ്ടായിരിക്കും. ഇത് പ്രിലിംസ് എക്സാമിന് വേണ്ടി മാത്രമുള്ള ക്ലാസ്സുകളാണ് ഈ 80 വീഡിയോ ക്ലാസ്സുകൾ. മെയിൻസിനും ഉപയോഗിക്കാം, പക്ഷേ മെയിൻസിൻ്റെ സിലബസ് ഇതിൽ കവർ ചെയ്തിട്ടില്ല, പ്രിലിംസ് മാത്രമേ ഉള്ളൂ. അതിനു മുമ്പ് ഇത് പഠിക്കാനിരിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളവർ, നിങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്യണം. അതായത് നിങ്ങൾ ഈ ക്ലാസ്സുകൾ നിങ്ങൾക്ക് 2 തരത്തിൽ ചെയ്യാം. ഈ 80 വീഡിയോ ക്ലാസ്സുകൾ നിങ്ങൾക്കൊരു മോക്ക് എക്സാം പോലെ ചെയ്യാം. ആ മോക്ക് എക്സാമിൽ നിങ്ങൾ ആദ്യം ഉത്തരം കണ്ടെത്തുന്നു, എന്നിട്ട് നിങ്ങൾ വീഡിയോ പോസ് ചെയ്യുകയോ പ്ലേ ചെയ്യുകയോ ചെയ്ത് തുടർന്ന് ഉത്തരത്തിലേക്ക് എത്തുന്നു. അവിടെ നിങ്ങളുടെ മാർക്കൊന്ന് കുറിച്ച് വയ്ക്കുക. ആ മാർക്ക് ഓരോരോ 20-ഓ 30-ഓ ചോദ്യങ്ങളായിരിക്കും ഒരു ക്ലാസ്സിലുണ്ടായിരിക്കുക. അപ്പോൾ ആ ചോദ്യങ്ങളിൽ കിട്ടിയ മാർക്ക് അനുസരിച്ച് നിങ്ങൾക്കറിയാം നിങ്ങളുടെ സ്ട്രോങ് ആയ ഏരിയ എന്താണ്, വീക്കായിട്ടുള്ള ഏരിയ എന്താണ്. അപ്പോൾ ഇതൊരു മോക്ക് എക്സാം ആയിട്ട് നിങ്ങൾ കൂട്ടിയാൽ മതി. അപ്പോൾ ഇനിയുള്ള സമയം നിങ്ങൾ കുറേയൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ ആ പഠിച്ചത് ഉറപ്പിക്കലാണ് പ്രധാനം. അപ്പോൾ ഇതിലെ പുതിയ കാര്യങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ അതിനി കൂടുതലായി പഠിക്കാൻ നിൽക്കണ്ട. തുടക്കക്കാരൊക്കെ ആണെങ്കിൽ അത് പഠിച്ചോളൂ. പഠിച്ചു കഴിഞ്ഞവരോടാണ് ഞാൻ പറയുന്നത്, ഗ്യാപ്പുകൾ മാത്രം ഒന്ന് ഫില്ല് ചെയ്യുന്ന രീതിയിൽ ഈ ക്ലാസ്സുകൾ ഉപയോഗിച്ചു പോകുക. ഓക്കെ, വിശദമായി നമ്മൾ എന്ത് പറയുന്നുണ്ട്, അനുബന്ധ വസ്തുതകൾ പറയുന്നുണ്ട്. അങ്ങനെ ഡീപ്പായിട്ട് നിങ്ങൾക്ക് പോകേണ്ട, നിങ്ങൾ പഠിച്ചത് ഉറപ്പിക്കലാണ് ഇപ്പോൾ നടത്തേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതല്ല നിങ്ങൾ ഒന്നും പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ, അതല്ല ഒരു ലേണിംഗ് പ്ലാനോടുകൂടി ഇപ്പോഴേ പഠിക്കുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് വളരെയധികം ഉപകാരം ചെയ്യും. ഓക്കെ, പിന്നെ റിവിഷനാണ്. പഠിച്ചത് കൃത്യമായിട്ട് റിവൈസ് ചെയ്ത് ഉറപ്പിക്കുക. ഇനിയുള്ള ദിവസങ്ങളിൽ റിവൈസ് അതിലെ ഒരു വീഡിയോ 2 വീഡിയോ കണ്ടു കഴിഞ്ഞാലും അത് റിവൈസ് ചെയ്ത് ഉറപ്പിക്കുക, പുതിയ കാര്യങ്ങളാണെങ്കിൽ. അതാണ് എനിക്ക് പറയാനുള്ളത്. മൂന്നാമത്തെ കാര്യം, നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. അതായത് പരമാവധി ഇത് കൂടാതെ നിങ്ങൾക്ക് ഇതിലെല്ലാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ഉണ്ട് കേട്ടോ, എല്ലാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ഉണ്ട്. അപ്പോൾ അത് പരമാവധി പ്രാക്ടീസ് ചെയ്യുക. അതും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നത് ഏറ്റവും ഫലപ്രദമായ ഒരു വഴിയാണ്. പിന്നെ എവിടെയാണോ നിങ്ങൾക്ക് ബാക്ക് നിൽക്കുന്നത് അത് കണ്ടെത്തുക, അവിടെ ഇംപ്രൂവ് ചെയ്യുന്നതിനുള്ള കാര്യങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ ചെയ്യുക. കറണ്ട് അഫയേഴ്സിൻ്റെ കാര്യത്തിൽ ഇതിലെ ക്ലാസ്സുകൾ നമ്മൾ യൂണിവേഴ്സിറ്റി LGSന് വേണ്ടി നടത്തിയ ക്ലാസ്സുകളാണ്. അത് പെയ്ഡ് ബാച്ചിനുള്ളത് കൊണ്ട്
ഫ്രീ ബാച്ചിനുള്ളതുകൊണ്ട്. അപ്പോൾ അതിലെ കറണ്ട് അഫെയേഴ്സ് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ആ കറണ്ട് അഫെയേഴ്സ് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യണം. അതാത് സമയത്ത് ഓരോ വീഡിയോ ക്ലാസ്സിലും കറണ്ട് അഫെയേഴ്സ് വരുമ്പോൾ ആ കറണ്ട് അഫെയേഴ്സ് ഇപ്പം പ്രസക്തമാണോ, അതല്ലെങ്കിൽ ചിലപ്പോൾ ചീഫ് ജസ്റ്റിസിൻ്റെ പേര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്നത്തെ ചീഫ് ജസ്റ്റിസ് ആയിരിക്കും, അത് നിങ്ങൾ കറക്റ്റ് ചെയ്യേണ്ടതുണ്ട്. അതിന് കറണ്ട് അഫെയേഴ്സിന് മാത്രമായിട്ടുള്ള ക്ലാസ്സുകൾ ഞാൻ 2 ദിവസത്തിൻ്റെ ഉള്ളിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ നിങ്ങൾക്ക് ലഭിക്കും. അങ്ങനെയുള്ള കറണ്ട് അഫെയേഴ്സ് അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് ഹെൽത്ത് നിങ്ങൾ വളരെ പ്രധാനമായിട്ട് എടുക്കണം. 80 വീഡിയോ ക്ലാസ് ഉണ്ട്, 70 മണിക്കൂറാണ്, 75 മണിക്കൂറാണ്. രാത്രി ഇരുന്നിട്ടോ എന്തെങ്കിലും ചെയ്തിട്ട് എടുക്കരുത് എന്നാണ് എൻ്റെ അഭിപ്രായം. നിങ്ങളുടെ ആരോഗ്യം നിങ്ങൾ ശ്രദ്ധിക്കണം. വേണ്ടത്ര ഉറക്കം നിങ്ങൾക്ക് വേണം, ഇല്ലെങ്കിൽ പരീക്ഷാ ഹാളിൽ നിങ്ങൾക്ക് പണി കിട്ടും, 100% പണി കിട്ടും. പിന്നെ നല്ല ഭക്ഷണം കഴിക്കുക. ഇനിയുള്ള ദിവസങ്ങളിൽ നല്ല ഭക്ഷണം എന്ന് പറഞ്ഞാൽ ധാരാളം വയറ് നിറച്ച് കഴിക്കലല്ല, ആവശ്യത്തിന് പോഷകമുള്ള ഭക്ഷണങ്ങൾ കഴിച്ചുകൊണ്ട് എനർജറ്റിക് ആയിട്ടിരിക്കുക, കൂടുതൽ കഴിച്ചിട്ടല്ല. ഓക്കെ, അതുപോലെ തന്നെ ധാരാളം വെള്ളം കുടിക്കുക. ഇതൊക്കെ നിങ്ങൾ ഇനി വരുന്ന 15 ദിവസങ്ങളിൽ നല്ല രീതിയിൽ വെള്ളം കുടിച്ച് പോയി നോക്കൂ. എക്സാം ഹാളിൽ അതിൻ്റേതായ ഫലങ്ങൾ ഉണ്ടായിരിക്കും. പിന്നെ സ്ട്രെസ് ഒഴിവാക്കുക. വെറുതെ അനാവശ്യമായ സ്ട്രെസ് വലിച്ച് കയറ്റണ്ട. നിങ്ങൾക്ക് ചെയ്യാനുള്ളത്, എനിക്കറിയാവുന്ന ചോദ്യങ്ങളുടെ മുഴുവൻ ഉത്തരങ്ങളും എക്സാം ഹാളിൽ ചെയ്യുന്നതിന് വേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നു, ഞാൻ കൂടുതൽ ഫോക്കസ്ഡ് ആവുന്നു. ബാക്കി അവിടെ വരട്ടെ. കാരണം ഈ 15 ദിവസം കൊണ്ട് നിങ്ങൾക്ക് വലിയ മാറ്റം വരുത്താൻ പറ്റും. ഇനി അതിൻ്റെ റിസൾട്ടിനെ കുറിച്ച് ബേജാറാകാതെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇനിയുള്ള 15 ദിവസം പഠനത്തിൽ മുഴുകുക. ഇനി അത് കഴിഞ്ഞുള്ള എക്സാമുകളുള്ള ആളുകളാണെങ്കിലും എനിക്കതാണ് പറയാനുള്ളത്. അതുപോലെ എപ്പോഴും പോസിറ്റീവായിരിക്കുക. ഇത് കിട്ടില്ലെന്നോ അതോ ഇത് ഭാഗ്യമാണെന്നോ അങ്ങനെയൊന്നുമല്ല. കഴിഞ്ഞ 25 വർഷമായി ഞാൻ ഈ രംഗത്തുണ്ട്. ഞാൻ PSC എക്സാമുകൾ എഴുതിയിട്ടുണ്ട്. ഞാൻ നിരവധി റാങ്ക് ലിസ്റ്റുകളിൽ വന്നിട്ടുണ്ട്. വന്നു പിന്നെ എല്ലാതും വന്നുകൊണ്ടിരിക്കുന്നത് സ്വാഭാവികമാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയാം, ഇത് ഭാഗ്യമല്ല, ഇത് മറ്റൊന്നുമല്ല. അത് തീർത്തും നിങ്ങളുടെ സ്മാർട്ട് വർക്കാണ്. പഠിക്കേണ്ടത് പഠിച്ചു പോയാൽ നമുക്ക് ഈ എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റും. പഠിക്കേണ്ടാത്തത് പഠിക്കാനും പാടില്ല. വെറുതെ വാരി വലിച്ച് പഠിച്ചു കഴിഞ്ഞാലുള്ള പ്രശ്നം, മനുഷ്യനാണ്, നമുക്ക് അറിവും ഓർമ്മയ്ക്കുമൊക്കെ ഒരു പരിധിയുണ്ട്. അതിന് താങ്ങാവുന്ന പറ്റിയ ഒരു എക്സാമാണ്, ആർക്കും എഴുതാൻ പറ്റാവുന്ന എക്സാമാണ് 10th ലെവൽ എക്സാം. കൃത്യമായി സ്മാർട്ടായിട്ട് പഠിച്ചാൽ നമുക്ക് അവിടെ ഒരു ജോലിയുണ്ട്, ഇന്നല്ലെങ്കിൽ നാളെ ഒരു സർക്കാർ ഓഫീസിൽ സീറ്റുണ്ട്. അങ്ങനെ പോസിറ്റീവായിട്ട് ഇരിക്കുക. സോ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ക്രാക്ക് ഇറ്റ് എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങൾക്ക് ഈ ക്ലാസ്സുകൾ, ഈ 75 ക്ലാസ്സുകൾ അല്ല 80 ക്ലാസ്സുകൾ, 75 മണിക്കൂറിൻ്റെ ദൈർഘ്യമുള്ള ഈ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുമെന്ന് ഞാൻ ഉറപ്പ് നൽകുന്നു. അത് പരീക്ഷയ്ക്ക് ശേഷം നിങ്ങളുടെ കമൻറ്റുകളിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഒപ്പം ഒരു കാര്യം കൂടി, ഈ വീഡിയോ ക്ലാസ്സുകളൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ, അതിലെ ക്ലാസ്സുകൾ കണ്ടാലറിയാം, ഞാൻ ഏതെങ്കിലും ഒരു സംഭവത്തിൽ നിന്ന് എടുത്തതല്ല. കൃത്യമായി നമ്മൾ എടുത്തു നോക്കി ഉണ്ടാക്കിയെടുത്തതാണ്. വലിയ ഒരു എഫർട്ട് വന്നിട്ടുണ്ട്. ആ എഫർട്ടിന് നിങ്ങൾക്ക് ഈ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ മാത്രം, ഉപയോഗപ്രദമാണെന്ന് കണ്ടാൽ മാത്രം, ഇല്ലെങ്കിൽ ഉപേക്ഷിച്ച് പോകൂ. ഉപയോഗപ്രദമാണ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കണ്ടാൽ ആ വീഡിയോയ്ക്ക് താഴെയായി ഒരു കമൻറ്റ് രേഖപ്പെടുത്തും. അതായത് ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടെന്നോ അതല്ലെങ്കിൽ ക്ലാസ്സുകൾ ഇന്ന രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യണമെന്നോ. അത് യൂണിവേഴ്സിറ്റി LGS ആയതുകൊണ്ട് തന്നെ അതിൻ്റെ കാര്യങ്ങൾ പറയുന്നുണ്ട്, അവിടെ നിങ്ങളൊന്ന് ഫോർവേഡ് ചെയ്താൽ മതി. പക്ഷേ പിന്നീടുള്ള ക്ലാസ്സുകൾ, ഈ 42 മുതലുള്ള ക്ലാസ്സുകൾ അങ്ങനെയല്ല, നിങ്ങൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തുണ്ടാക്കുന്നതാണ്. അപ്പോൾ ആ ക്ലാസ്സുകൾ, അത് പക്ഷേ 42ാമത്തേലേക്ക് ചാടേണ്ട. ആദ്യത്തെ കാര്യങ്ങളൊന്നും ഞാൻ 42ൽ പിന്നെ റിപ്പീറ്റ് ചെയ്യില്ല. പരമാവധി ഒരു അനുബന്ധ വസ്തുത പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് റിപ്പീറ്റ് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിച്ചുകൊണ്ടാണ് ഞാൻ ആ ക്ലാസ്സുകൾ ചെയ്യുന്നത്. അതുകൊണ്ട് തുടക്കം മുതലേ കാണുക. യൂണിവേഴ്സിറ്റി LGS, അതിനു വേണ്ടിയുള്ള മോട്ടിവേഷൻ, ആ ഭാഗമൊക്കെ ഒന്ന് ഫാസ്റ്റ് ഫോർവേഡ് ചെയ്തിട്ട് കണ്ടാൽ മതി. അപ്പോൾ അവിടെയൊക്കെ നിങ്ങളൊരു കമൻറ്റ് ചെയ്യുക, ലൈക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. അങ്ങനെ ഒന്ന് സജീവമാകുക. ഒരു കമ്മ്യൂണിറ്റി എന്നുള്ള നിലയിൽ നിങ്ങളുടെ എല്ലാ കമൻസും ഞാനിപ്പോൾ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ അത്തരം കമൻറ്റുകളൊക്കെ വന്നു കഴിഞ്ഞാൽ ഞാൻ അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങളും കൂടി ചെയ്യും. അപ്പോൾ എല്ലാ വീഡിയോയ്ക്കും താഴെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ അതൊന്ന് കമൻറ്റ് ചെയ്യാനും, അതല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റം വരുത്തേണ്ടതുണ്ടെങ്കിൽ ഇനി തുറന്നുള്ള ക്ലാസ്സുകളിൽ മാറ്റം വരുത്താലോ. ഒരു കാര്യവും കൂടി, 42 ക്ലാസ്സുകളാണ് അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. ബാലൻസ് ഉള്ള 28 ക്ലാസ്സുകൾ ഈ ഡിസംബർ 20 മുമ്പ് നിങ്ങൾക്ക് കിട്ടിയിരിക്കും. അത് ഞാൻ തരുന്ന ഒരു ഉറപ്പാണ്. അതിൻ്റെ PDF-ഉം കിട്ടിയിരിക്കും. ഓക്കെ, ഇനി ഒരൊറ്റ കാര്യം കൂടിയും പറഞ്ഞുകൊണ്ട് നമുക്ക് എങ്ങനെ ഈ ലിങ്ക് കിട്ടും, എങ്ങനെയാണത് ചെയ്യേണ്ടത് എന്ന് പറയാം. അതിനു മുമ്പായി നമുക്ക് ചില പെയ്ഡ് ക്ലാസ്സുകളുണ്ട്. താല്പര്യമുണ്ടെങ്കിൽ ജോയിൻ ചെയ്താൽ മതി. ആ പെയ്ഡ് ക്ലാസ്സുകളെ കുറിച്ച് കൂടി ഞാനൊന്ന് പറയാം. ഓക്കെ, സൗജന്യമായിട്ടുള്ളത് വാട്സപ്പിൽ നടക്കും. ഇതുപോലുള്ള ഫ്രീ ഗിഫ്റ്റുകൾ നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കും. ഓക്കെ,
അപ്പോൾ എന്താണ് അത് എന്നുള്ളതും കൂടി പറഞ്ഞ് ഞാനൊന്ന് പറയാം. ഞാൻ പറഞ്ഞല്ലോ ഏകദേശം എത്ര ഒഴിവുകളാണ് വരുന്നത്, 20,000-ലധികം ഒഴിവുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ആ 20,000-ലധികം വരുന്ന വിവിധ എക്സാമുകളുടെ ഒഴിവുകളിലേക്ക് വിൻഡോ എജു നടത്തുന്ന ഒരു പ്ലാൻ ഉണ്ട് വിവിധ എക്സാമുകൾക്ക്. അതിന് നിങ്ങൾക്ക് സ്റ്റഡി മെറ്റീരിയൽ ഇതുപോലെ അല്ല, ഇതുപോലെ തന്നെ നമ്മൾ ഗൗരവമായിട്ട് എടുത്ത ക്ലാസ്സുകൾ തന്നെയാണ്. പക്ഷേ ഇത് കൂടാതെ നിങ്ങൾക്ക് അവിടെ സബ്ജക്റ്റ് വൈസ് ആയിട്ട് കിട്ടും, ഒരു ലേണിംഗ് പ്ലാൻ കിട്ടും, അതിനനുസരിച്ചുള്ള ഫുൾ റെക്കോർഡഡ് വീഡിയോ ക്ലാസ്സുകൾ. ഈ വരാൻ പോകുന്ന 5 എക്സാമുകൾക്കുമുള്ള ഫുൾ വീഡിയോ റെക്കോർഡഡ് ക്ലാസ്സുകൾ എല്ലാം അടങ്ങിയിട്ടുള്ള ഒരു പ്ലാനാണ്. അവിടെ പേഴ്സണലൈസ്ഡ് ലേണിംഗ് ഒന്നുമില്ല, അത് നിങ്ങൾ നോക്കണ്ട. ഈ അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ അതിനെല്ലാം വേണ്ടിയിട്ടുള്ള ഡെയിലി എക്സാംസ്, മോക്ക് ടെസ്റ്റുകൾ, PDF നോട്ടുകൾ എല്ലാം അടങ്ങിയ ഈ കോഴ്സിന് ഇപ്പോൾ 499 രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ താല്പര്യമുള്ളവർക്ക് അതിൽ ജോയിൻ ചെയ്യാം. പിന്നെ നമുക്ക് എന്തുണ്ട്, നമ്മുടെ മെൻറ്ററിംഗ് ഉള്ള ക്ലാസ്സുകളുണ്ട്. എൻ്റെ നേരിട്ടുള്ള മെൻറ്ററിംഗ് ഉള്ള 100 വിദ്യാർത്ഥികൾക്കുള്ള ക്ലാസ് ഉണ്ട്. അത് ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങൾ എനിക്ക് 8075963937 എന്നുള്ള നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതി. ആ ബാച്ചിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അതുകൂടാതെ നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സുകൾ, അതിൽ ലൈവ് ക്ലാസ് എല്ലാം ഉണ്ട് കേട്ടോ. അത് കൂടാതെ മെൻറ്ററിങ് ഒഴികെയുള്ള നമ്മുടെ ലൈവ് ക്ലാസ്സുകളോട് കൂടിയിട്ടുള്ള ഈ എല്ലാ എക്സാമുകൾക്കുമുള്ള 1 വർഷം ദൈർഘ്യമുള്ള ക്ലാസ്സിന് 1200 രൂപയാണ്. രണ്ടിൻ്റെയും ലിങ്ക് താഴെ നൽകിയിട്ടുണ്ട്. ഇനി ഇത് എങ്ങനെയാണ് കിട്ടുക എന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് കാത്തിരിക്കുക. ഓക്കെ, ഇപ്പം തന്നെ പറയാം. അപ്പം ഞാൻ പറഞ്ഞല്ലോ ഇതെങ്ങനെ കിട്ടും, ഈ ക്ലാസ്സുകൾ എങ്ങനെ കിട്ടും, അതാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. വളരെ സിമ്പിളാണ് ഈ ക്ലാസ്സുകൾ കിട്ടുന്നത്. നിങ്ങൾ ഈ ലിങ്ക് കണ്ടോ, ഈ ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. വെയിറ്റ് ചെയ്യണം കേട്ടോ, വെയിറ്റ് ചെയ്ത് ഈ ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഈ യൂട്യൂബ് വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ, കമൻറ്റിലല്ല കേട്ടോ, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ആ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾ ആദ്യം തന്നെ കാണുക നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണമെങ്കിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്കാണ്. അതോടൊപ്പം തന്നെ അതിന് താഴെ ഈ ലിങ്ക് ഉണ്ടായിരിക്കും. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ മൊബൈലിൽ ഇതുപോലെയല്ല വരിക, ഒരു മൊബൈൽ വ്യൂ ഉണ്ട്. ആ മൊബൈൽ വ്യൂ ആയിട്ട് വരും. അവിടെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ നോക്കൂ, ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ വീണ്ടും പറയുന്നു, 2021-22 വർഷങ്ങളിൽ നടത്തിയ മുഴുവൻ ക്ലാസ്സുകൾ ഇവിടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. മറ്റ് ക്ലാസ്സുകൾ എൻ്റെ അടുത്തുണ്ട്. അതിൽ ചില മാറ്റങ്ങൾ വരുത്തണോ എന്ന് നോക്കിയിട്ട് ചില വീഡിയോ ക്ലാസ്സുകൾക്ക് കുറച്ചും കൂടി കറണ്ട് അഫയേഴ്സ് ഉൾപ്പെടുത്തി മാറ്റം വരുത്തിക്കൊണ്ടായിരിക്കും ഞാനിതിൽ നൽകുക. ഓക്കെ, അപ്പോൾ 2023 പ്രിലിംസ് പരീക്ഷയുടെ എല്ലാ സ്റ്റേജും നമ്മൾ ചെയ്തു വെച്ച് കഴിഞ്ഞതാണ്. ഓക്കെ, അത് നമ്മുടെ അന്നത്തെ കോഴ്സിന് വേണ്ടി ചെയ്തു വെച്ച് കഴിഞ്ഞതാണ്. ആ ക്ലാസ്സുകളും നിങ്ങൾക്ക് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ തന്നെ ലിങ്ക് തരും ഡിസംബർ 20 ആകുമ്പോഴേക്കും. ഓക്കെ, അതാണ് ഒരു കാര്യം. അപ്പോൾ അത് 20 വരെ ഒന്ന് കാത്തിരിക്കണം. എല്ലാ സ്റ്റേജിലെയും ക്ലാസ്സുകളും നോട്ടുകളും ഉണ്ടായിരിക്കും. ചിലതിന് നോട്ട് ഉണ്ടാവില്ല, ചിലത് മോക്ക് എക്സാം ആയിട്ടാണ് ഞാൻ നടത്തിയിട്ടുള്ളത്. അത് ജസ്റ്റ് 20 ചോദ്യങ്ങൾ ഒരു മോക്ക് എക്സാം പോലെ നിങ്ങൾക്ക് ചെയ്യാം. അവിടെ നിങ്ങൾക്ക് PDF ലഭിക്കില്ല. അനുബന്ധ വസ്തുക്കളും ഡീറ്റെയിൽ ആയിട്ടും പറയുന്നിടത്ത് നിങ്ങൾ അത് തന്നിരിക്കും. എല്ലാ വീഡിയോയും കാണാൻ ശ്രമിക്കുക. ആ വീഡിയോയ്ക്കൊക്കെ താഴെ നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ അവിടെ പറയാം. നമ്മളൊരു കമ്മ്യൂണിറ്റി എന്നുള്ള നിലയിൽ പോവുക. പിന്നെ കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. ഞാൻ വീണ്ടും പറയുന്നു, ഇത് എപ്പോഴുള്ള ഈ 42 വീഡിയോകളിലെ പിന്നെ ഒരു 10-12 വീഡിയോസ് ഞാൻ മുന്നത്തെ ഇടുകയാണെങ്കിൽ, ചിലപ്പോൾ 15 വീഡിയോസൊക്കെ ഇടുകയാണെങ്കിൽ അതിലും ആ കാലഘട്ടത്തിലെ കറണ്ട് അഫയേഴ്സ് ആയിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. അത് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാൻ മറക്കരുത്. ക്ലാസ്സുകൾ ഉപകാരപ്പെട്ടാൽ നിങ്ങളോട് ഞാൻ ഒന്നും കൂടി പറയുന്നു, യൂട്യൂബിലൊന്ന് കമൻറ്റ് ചെയ്താൽ, അതാത് വീഡിയോയ്ക്ക് തീരെ കമൻറ്റ് ചെയ്താൽ, ലൈക്ക് ചെയ്താൽ സന്തോഷം, അത്രമാത്രം. ഇനിയിപ്പോൾ പാർട്ട് 1 to 10 ഞാൻ ഇങ്ങനെ തന്നെ ഇട്ടിട്ടുണ്ട്, കണ്ടോ? അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ മതി. ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ പാർട്ട് 1 to 10 അവിടെ തന്നെ ഉണ്ട് അതിൻ്റെ ക്ലാസ്സുകൾ. ഇപ്പോൾ വീഡിയോ ക്ലാസ്സസ് പാർട്ട് 1 അതൊരു മോക്ക് എക്സാം ആണ്. പക്ഷേ വീഡിയോ ക്ലാസ് പാർട്ട് 2 ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞ ക്ലാസ്സാണ്. അപ്പോൾ അതിൻ്റെ PDF നോട്ട് അവിടെ താഴെ തന്നെ കൊടുത്താൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ മൊബൈലിലേക്ക് ഡൗൺലോഡ് ചെയ്ത് വരും. ഈ വീഡിയോ ക്ലാസ് പാർട്ട് 2 എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ വീഡിയോ വരും. ഈ ലിങ്ക് നിങ്ങളൊന്ന് സൂക്ഷിച്ചു വെക്കണം. ആ ലിങ്ക് മുകളിൽ തന്നിട്ടുണ്ട്, നിങ്ങൾക്ക് അത് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നിട്ടുണ്ട്. ആ ലിങ്ക് പോവാതെ സൂക്ഷിച്ചു വെച്ചാൽ നിങ്ങൾക്ക് ഏത് സമയത്ത് വേണമെങ്കിലും ഒരു സംഭവവും തിരഞ്ഞു നോക്കണം. ഇനി 41 to 50 41-42 ഞാൻ ചെയ്തു വെച്ചിട്ടുള്ളത്. ബാക്കി 43 മുതൽ 50 വരെയുള്ള ക്ലാസ്സുകൾ അടുത്ത് തന്നെ കിട്ടും. ഇതൊക്കെ എൻ്റെ കയ്യിലുള്ള ക്ലാസ്സുകളാണ്. ജസ്റ്റ് ലിങ്ക് ഇന്ന് രാത്രിയാണ് ചെയ്തത്. അതിൻ്റെ PDF ഒന്ന് വൃത്തിയിലാക്കി ഇതിലേക്ക് അപ്ലോഡ് ചെയ്യണം. ആ ലിങ്കും അവിടെ നിന്ന് കണക്ട് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ബാക്കി
30 ക്ലാസ്സുകളാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ അടുത്ത് തന്നെ കുറേ വീഡിയോ ക്ലാസ്സുകൾ എൻ്റെ അടുത്തുണ്ട്. കുറച്ചും കൂടി അതൊന്ന് കറണ്ട് അഫയേഴ്സ് ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് ഞാൻ ഇതിൽ തന്നെ അപ്ലോഡ് ചെയ്യും. അപ്പോൾ ഈ വീഡിയോയ്ക്ക് താഴെയും നിങ്ങൾക്ക് ഈ പ്രോഗ്രാം ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. നിങ്ങൾക്ക് ഹാപ്പി ആവുന്നുണ്ടോ? ഇതൊരു ഫ്രീ ഗിഫ്റ്റായിട്ട് കൊടുക്കണ്ട. നമ്മൾ തമ്മിലുള്ള ഞങ്ങളുടെ ചാനൽ നിങ്ങൾ കുറച്ചെങ്കിൽ കുറച്ച് 10,000-ലധികം സബ്സ്ക്രൈബേഴ്സ് ആയി കഴിഞ്ഞു. നിങ്ങൾ നല്ല റെസ്പോൺസാണ് ചില ആളുകളൊക്കെ കമൻറ്റ് ചെയ്യുന്നു. അതിൻ്റെ ഒരു സന്തോഷത്തിന് നിങ്ങൾക്കൊരു ഗിവ് അവേ ആയിട്ട് ഈ ന്യൂ ഇയറിന് ഞങ്ങളുടെ ഒരു സമ്മാനം. നിങ്ങൾക്ക് എന്തായാലും ഈ 10th പ്രിലിംസ് ക്രാക്ക് ചെയ്യാൻ സാധിക്കട്ടെ. അത് കഴിഞ്ഞിട്ടുള്ള മെയിൻ എക്സാമുകളും നമ്മുടെ സപ്പോർട്ട് ഉണ്ടായിരിക്കും. അവിടെയും നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ സാധിക്കട്ടെ. നിങ്ങൾക്കായി ഒരു സർക്കാർ ജോലി ഉണ്ടെന്നുള്ള കാര്യം ഒരിക്കലും മറക്കണ്ട. ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, ഞാൻ PSC എക്സാമുകൾ ക്രാക്ക് ചെയ്ത ഒരാളാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് സാധിക്കുമെങ്കിൽ നിങ്ങൾക്കും സാധിക്കുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, അപ്പോൾ വീണ്ടും നമുക്ക് അടുത്ത മറ്റു ക്ലാസ്സിൽ കാണാം. ഒരു കാര്യം കൂടി, ഈ ക്ലാസ്സുകൾ കണ്ട് 10th പ്രിലിംസ് നിങ്ങൾക്ക് ഗുണകരമായി, ഇതിലെ ചോദ്യങ്ങൾ ഒരുപാടെണ്ണം വന്നു, നിങ്ങൾക്കത് ഗുണകരമായാൽ അന്ന് വന്ന് ഇതിൻ്റെ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇനി അത് ഗുണകരമായിട്ടില്ലെങ്കിൽ അത് കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതെനിക്കൊരു പാഠമാകട്ടെ. കഴിഞ്ഞ 25 വർഷത്തെ എൻ്റെ അനുഭവം മുൻനിർത്തി, PSC കോച്ചിങ്ങിലെ അനുഭവം മുൻനിർത്തിയാണ് ഞാൻ ഈ ക്ലാസ്സുകൾ തയ്യാറാക്കിയിട്ടുള്ളത്. ഓക്കെ, താങ്ക് യു. അപ്പോൾ എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു. ഒരു നല്ല എക്സാമും ആശംസിക്കുന്നു.